السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് ആനക്കലഹ വർഷം റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയാണ്. ഇമാം അഹ്മദ് ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയാണ് എന്ന് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ പ്രസിദ്ധമായത്. ഈ ദിവസം മക്ക നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം സന്ദർശിക്കാറുണ്ടായിരുന്നു. അല്ലാമ അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിശ്ചയം നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഞാൻ ഖലീലാക്കി, അതിനാൽ താങ്കളെ ഞാൻ ഹബീബാക്കുന്നു എന്ന്. താങ്കളെക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠതയുള്ള ഒരു സൃഷ്ടിയെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഐഹിക ലോകത്തെയും അതിലെ വാസക്കാരെയും ഞാൻ സൃഷ്ടിച്ചത് എൻ്റെ അടുക്കൽ താങ്കൾക്കുള്ള സ്ഥാനവും ബഹുമതിയും അവർക്ക് അറിയിക്കാൻ വേണ്ടിയാണ്. താങ്കളില്ലായിരുന്നുവെങ്കിൽ ദുനിയാവിനെ ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു, ഇമാം ഖതീബുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ രേഖപ്പെടുത്തുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിന് വഹി നൽകി, ഈസാ, താങ്കൾ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. താങ്കളുടെ സമുദായത്തിൽ നിന്ന് മുഹമ്മദിന്റെ കാലത്തെത്തുന്നവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കണമെന്നും കൽപ്പിക്കുക. മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗ്ഗ നരകത്തെയും ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ജാബിർ ബിൻ സമ്ര റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, പൗർണമി രാവിൽ ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ശരീരത്തെ മുഴുവനും മറക്കുന്ന ഒരു ചുവന്ന വസ്ത്രമാണ് അവിടുന്ന് അണിഞ്ഞിരുന്നത്. ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും പൂർണ്ണ ചന്ദ്രനിലേക്കും മാറി മാറി നോക്കും. എന്റെ ദൃഷ്ടിയിൽ പൂർണ്ണ ചന്ദ്രനേക്കാൾ സൗന്ദര്യം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ബറാ ഇബ്നു അസ്വീബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വാളിനെ പോലെയായിരുന്നോ? മഹാനവറുകൾ പറഞ്ഞു, അല്ല, പൂർണ്ണ ചന്ദ്രനെ പോലെയായിരുന്നു എന്ന്. ഇമാം ഷാമി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ബറാ ഇബ്നു അസ്വീബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കണ്ടതിനെല്ലാം ഭംഗിയുണ്ടായിരുന്നു, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഭംഗിയുള്ളതിനെ ഞാൻ കണ്ടിട്ടേയില്ല. ഇമാം അലി അൽ ഹലബി റളിയല്ലാഹു അൻഹു എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാകുന്നു. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ശരീരം മുഴുവനും നൂറാകുന്നു. ഇമാം അൽ ഹാഫിദ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, സർവ്വ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാബിറെ, അല്ലാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന്റെ നൂറിൽ നിന്ന് നിന്റെ നബിയുടെ നൂറിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ലൗഹ്, കലമ്, സ്വർഗം, നരകം, മലക്ക്, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ജിന്ന്, മനുഷ്യൻ ഇവയൊന്നും ഇല്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.